ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രകാശം ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങി പോകാൻ വേണ്ടി പോവാണ് കല്യാണിയെ തല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദേഷ്യത്തോടു കൂടി ശരണ്യ പറയുന്നുണ്ട്, വിക്രം നിൻ്റെ അച്ഛനോട് കയറി പോകാൻ പറ. അപ്പം വേഗം തന്നെ പ്രകാശിനെ വിക്രം തടയുകയാണ്. വിക്രം പറയുന്നുണ്ട്, അച്ഛാ ഇനിയിപ്പോൾ എന്തായാലും ഇങ്ങനൊരു പ്രശ്നം വേണ്ട. അവളുടെ നാത്തൂൻ്റെ കല്യാണം മുടങ്ങിയല്ലോ, നമ്മൾ ഉദ്ദേശിച്ചത് മാത്രമാണല്ലോ. എൻ്റെ കവിളെത്താ പാടുകൊണ്ടതെങ്കിൽ അവളുടെ ഹൃദയത്തിലാണ് പാടുകൊണ്ടിരിക്കുന്നത്. ഇത് വേണമെങ്കിൽ മാഞ്ഞു പോകും, പക്ഷെ അത് മാഞ്ഞു പോവില്ല. അപ്പം പ്രകാശം വിക്രത്തിനോട് പറയുന്നുണ്ട്, എടാ നിൻ്റെ കവിളിൽ തല്ലുന്ന രീതിക്ക് അവൾ വളർന്നു, അതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതൊക്കെ പറയുന്ന സമയത്ത് ശരണ്യക്ക് അയാളോട് ദേഷ്യം വരുന്നത്, കൊല്ലാനുള്ള ദേഷ്യം. സേനനും രൂപയും സോണിയയും വിളിച്ചുകൊണ്ട് കിരണിൻ്റെയും കല്യാണിയുടെയും വീട്ടിലേക്ക് വരികയാണ്. അപ്പം എല്ലാവരും നല്ല ഹാപ്പിയായിട്ട് ചിരിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പം വന്ന് കയറിയപ്പോൾ തന്നെ സേന ചോദിക്കുന്നുണ്ട്, എന്താണ് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്. അപ്പം കിരൺ കുറച്ച് സീരിയസ് ആയിട്ട് പറയാണ്, അച്ഛാ സോണിയുടെ കല്യാണം മുടക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക രണ്ടുപേരും. ഞങ്ങളെ രണ്ടുപേരെ അവൻ വഴി വെച്ച് കണ്ടായിരുന്നു. എന്നിട്ട് അന്നൊരാലോചന മുടങ്ങിപ്പോയില്ലേ, അതിൻ്റെ സന്തോഷം അവൻ പ്രകടമാക്കി. കല്യാണി അവൻ്റെ കരണത്തൊന്ന് പൊട്ടിച്ചിട്ടാണ് വിട്ടത്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഷോക്കാവുകയാണ്, സോണിയും സേനനും അതുപോലെ തന്നെ രൂപയൊക്കെ. അപ്പോൾ രൂപ കുറച്ച് വിഷമത്തോടു കൂടി കല്യാണിനോടും കിരണിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, ഈ സ്ഥിതിക്ക് അവർ ആൽബിയും അവരുടെ അച്ചായനെയും പോയിട്ട് കാണാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പോൾ കിരണും അത് ആലോചിക്കുന്ന സമയത്ത് സീരിയസ് ആയ ഒരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ സോണി പക്ഷേ സീരിയസ് കൂളായിട്ട് പറയുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ടേ പോട്ടെ, ആൽബിയേട്ടനും പപ്പയ്ക്കൊക്കെ എല്ലാം അറിയാലോ. അപ്പം സേനനും പറയാണ്, അവിടെ അവരുടെ ഒരു വേലയും നടക്കില്ല. സോണി മോളെന്ന് പറഞ്ഞാൽ സ്വന്തം മോളെ പോലെ കാണുന്ന ആളാണ് അഗസ്റ്റിൻ. അങ്ങനെയുള്ളപ്പോൾ അവിടെ പോയി പരദൂഷണം പറഞ്ഞാൽ അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പുള്ളിക്കറിയാം. അവൻ രൂപ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, അവൻ വേറൊരുത്തിയെ കല്യാണം കഴിച്ചില്ലേ, പിന്നെ എന്തിനാ അവൻ സോണിയുടെ പിന്നാലെ നടക്കുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, ആ കല്യാണം ഒരു പരാജയമാണെന്നാ കാദംബരി ചേച്ചി പറയുന്നേ. അല്ലെങ്കിൽ തന്നെ അവളെ എനിക്കറിയാം. കോടതിയിൽ അവളുടെ അമ്മ മൊഴിമാറ്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ് വിക്രം ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത്. അല്ലെങ്കിൽ ഇന്നും അവൻ അഴിയെണ്ണിയാനെ. അപ്പോൾ രൂപയും ദേഷ്യത്തോട് പറയുന്നത്, അവളെ കെട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അവരന്ന് മൊഴിമാറ്റി പറഞ്ഞത് അല്ലേ. ആയിരിക്കുമല്ലോ. എന്തായാലും ഇപ്പം മോനും അച്ഛനും അമ്മൂമ്മയൊക്കെ കൂടെ അവിടെ കിടന്ന് നരയിക്കുക എന്നുള്ള കാര്യം ഉറപ്പാ. അതന്ന് കാദംബരി ചേച്ചിയുടെ ചടങ്ങിനെ അമ്മൂമ്മ വന്നപ്പോഴേ നമുക്കെല്ലാവർക്കും മനസ്സിലായതല്ലേ കിരണേട്ടാ. എന്നിട്ടും അവരത് തുറന്ന് പ്രകടിപ്പിച്ചില്ല. അപ്പോൾ സോണിയും പറയുന്നുണ്ട്, ഒരുപാട് അനുഭവിക്കാനുണ്ട് അവരൊക്കെ. അവസാനം മോനെ രാജകുമാരനാക്കാൻ ആഗ്രഹിച്ച അച്ഛൻ തന്നെ മോനെ കഴുത്ത് ഞെരിച്ച് കൊല്ലും. അപ്പോൾ കല്യാണി പറയാണ്, അത് തിരിച്ചായിരിക്കും സോണി സംഭവിക്കുന്നത്, അവനായിരിക്കും അച്ഛനെ കൊല്ലുന്നത്. അങ്ങനെ ഒരുത്തനെ എൻ്റെ അനിയൻ, നിന്റെ തലേന്ന് പോയത് തന്നെ പുണ്യമായിട്ട് കരുതിയാൽ മതി. അപ്പോഴേക്കും സേനം പറയുന്നുണ്ട്, അയ്യയ്യയ്യേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് സംസാരിക്കേണ്ടെന്നേ, നമ്മളെ നന്മയുടെ ഭാഗത്താ. അതുകൊണ്ട് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നവർ അവർ സ്വയം തകർന്നു പോകത്തേ ഉള്ളൂ. അല്ല കല്യാണി, കല്ലുമോൻ എന്തിയേ. അപ്പോൾ കല്യാണി ചിരിച്ചുകൊണ്ട് പറയും, തൊട്ടിലിൽ കിടന്ന് കളിക്കുക. അപ്പം രൂപ കുറച്ചൊരു വെപ്രാളത്തോടു കൂടി പറയുന്നുണ്ട്, ജനൽ തുറന്ന് കിടക്കുക, ആരൊക്കെയോ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും സേനൻ ധൈര്യം കൊടുക്കുകയാണ്, എൻ്റെ രൂപയെ നോക്കുന്നവർ നോക്കിക്കോട്ടെ, അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൊച്ചുമക്കളെ എടുത്തിട്ട് ദാ ഇവിടെ പോയിരിക്കാം എന്ന് പറഞ്ഞ് ചാരുപടി കാണിക്കുകയാണ്. എന്നിട്ട് പിന്നെ അകത്ത് പോയി കല്ലുമോനെ എടുത്തുകൊണ്ട് വന്ന് അവരെല്ലാവരും ഉമ്മറ തന്നെ ഇരുന്നിട്ട് കൊഞ്ചിക്കുകയും ലാളിക്കുകയും ഭയങ്കര സന്തോഷപ്രകടന. പക്ഷേ ഇതൊക്കെ രാഹുൽ ആ വീട്ടിൻ്റെ ബാൽക്കണിയിൽ അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് നിന്നിട്ട് നോക്കി കാണുകയാണ്, അതായത് പുഞ്ചിരിച്ചുകൊണ്ടാണ് കാണുന്നത്. അപ്പോഴേക്കും ദേഷ്യത്തോടു കൂടി സരയു വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ രാഹുലും അതേപോലെ തന്നെ ദേഷ്യത്തോടു കൂടി പറയാണ്, കാണേണ്ട കാഴ്ച തന്നെയാണ് കാണുന്നത്. അപ്പോൾ സരയും വന്നിട്ട് നോക്കുകയാണ് എന്താണ് രാഹുൽ കാണുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന സന്തോഷമൊക്കെ കാണുന്ന സമയത്ത് സരയുടെ ദേഷ്യം വരികയാണ്. എന്നിട്ട് രാഹുലിന് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, ഇതൊന്നും കണ്ടിട്ട് അച്ഛനൊന്നും തോന്നുന്നില്ലേ. അപ്പോൾ അയാൾ തിരിച്ചു ചോദിക്കുന്നുണ്ട്, എന്ത് തോന്നാനാ, അവർ ഭാര്യയും ഭർത്താവും മക്കളും മരുമക്കളും കൊച്ചുമക്കളും ഒക്കെ അല്ലയോ. സരയുവിന് അയാളെ കൊല്ലാനുള്ള ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ സരയു പറയാണ്, ഇതിപ്പോൾ മിത്രങ്ങളൊക്കെ ശത്രുക്കളും ശത്രുക്കളൊക്കെ മിത്രങ്ങളും ആയല്ലോ. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, എൻ്റെ മനസ്സിലൊരു കടലുണ്ട് മോളെ. അപ്പോൾ സരയു തിരിച്ചു പറയാം, ഞങ്ങളുടെ മനസ്സിലൊക്കെ കടലല്ല കരയാണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ കരയിലാണ് ജീവിക്കുന്നത്, അല്ലാതെ കടലിലല്ല. എന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ഞങ്ങളെല്ലാം നടുക്കടലിൽ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തുന്നുള്ള അവസ്ഥയിൽ നടക്കുക. അപ്പോൾ രാഹുൽ പറയുന്നുണ്ട്, നിനക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നൊരു അച്ഛനാ മോളെ ഞാൻ. അപ്പോൾ സരയു പറയാ, ആയിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം അച്ഛൻ അന്യർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. അല്ലെങ്കിൽ ചന്ദ്രസേനനെയും അയലത്തുള്ളവരെയും സ്നേഹിക്കുന്ന ആൻറ്റിയെ അച്ഛൻ ജീവിക്കാൻ അനുവദിക്കുമോ. അപ്പോൾ രാഹുൽ തിരിച്ചു പറയാണ്, അവരൊക്കെ കരുത്തരാ, അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രതികാരത്തോടു കൂടി സരയു പറയുന്നുണ്ട്, മരിക്കുന്നുണ്ടേ മരിക്കട്ടെ, എന്നാലും എല്ലാത്തിനെയും ബോംബിട്ട് നശിപ്പിക്കണം അച്ഛാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ലടി മോളെ, ഇപ്പോൾ ബോംബിട്ട് നശിപ്പിക്കേണ്ടവർ നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ സരയു ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്, അതാരാ. ഓ, എൻ്റെ മനുവേട്ടനെ ആയിരിക്കും ഉദ്ദേശിച്ചത്. അപ്പോൾ രാഹുൽ പരിഹാസത്തോടെ മുഖം വെക്കാണ്. അപ്പോൾ സരയു പറയുന്നുണ്ട്, അതാ ഞാൻ പറഞ്ഞേ, ഇപ്പോൾ സ്നേഹിക്കേണ്ടവരെയൊക്കെ എൻ്റെ അച്ഛൻ എതിരാളികളായിട്ട് കാണുവാണെന്ന്.
അപ്പോൾ രാഹുൽ ദേഷ്യം പിടിച്ചിട്ട് പറയുന്നുണ്ട്, ദേണ്ടേ നീ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചിലതൊക്കെ മറക്കുന്നത്, എന്നിട്ടിപ്പോൾ കരയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നല്ലൊരു വിഷു പോലും അലങ്കോലായി. അപ്പോൾ അയാൾ പുച്ഛത്തോടെ ചിരിച്ചിട്ട് പറയും, അപ്പോൾ ഇനി എത്രയോ വിഷു അങ്ങനെ അലങ്കോലാകാൻ കിടക്കുന്നു. അപ്പോൾ സരയു പിറുപിറുക്കാണ്, ഛേ ഈ വട്ടനെ കൊണ്ട് തോറ്റല്ലോ. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. സരയു പെട്ടെന്ന് അറിയാത്ത പോലെ നിൽക്കുകയാണ്. അപ്പോൾ രാഹുൽ പറയും, പറഞ്ഞത് ഉറക്കെ തന്നെ പറഞ്ഞോ. ഞാൻ വട്ടം തന്നെയാ, ഭ്രാന്താ എനിക്ക്, തനി ഭ്രാന്ത്. ദേ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ക്ലൈമാക്സാ. ഒന്നുകിൽ നമ്മൾ ജയിക്കും, അല്ലെങ്കിൽ ഒന്നുമില്ലാത്തവരെ പോലെ നമുക്കൊക്കെ മരിക്കേണ്ടി വരും. അപ്പോൾ സരയും ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, മരിച്ചോ, എന്ത് വേണേലും ചെയ്തോ, പക്ഷേ ഞങ്ങളുണ്ടാവില്ല. എന്നിട്ട് ദേഷ്യത്തോടു കൂടി സരയു അകത്തേക്ക് കയറി പോവുകയാണ്. പക്ഷെ അപ്പോഴും രാഹുൽ അവിടെ തന്നെ നിന്നിട്ട് ആ വീട്ടിലെ കാഴ്ചകൾ നോക്കുകയാണ്. അപ്പോൾ രാഹുൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, രൂപ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അവളുടെ ജീവൻ എടുത്ത് പോയവനാ, അതുകൊണ്ട് കാര്യം നേടുന്നത് വരെ അവൾ നന്നായിട്ട് അഭിനയിക്കും. ഈ ലോകത്ത് എനിക്കൊപ്പം നിൽക്കുന്ന, എന്നെ വിശ്വസിക്കുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അതെൻ്റെ പെങ്ങളാ. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ കിരണിൻ്റെ വീട്ടിൽ അവരെല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ്. സരയു ദേഷ്യത്തോട് കൂടിയിട്ട് ശാരിയുടെ അടുത്ത് പോയിട്ട് പറയാണ്, ആൻറ്റിയുടെ വീട്ടിൽ മാത്രമല്ല ആഘോഷം, എല്ലാവരും കൂടെ അപ്പുറത്തും വന്നിട്ടുണ്ട്, ചന്ദ്രസേനനും ആൻറ്റിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ശാരിയും പറയാണ്, നമ്മളെ കാണിക്കാൻ തന്നെയായിരിക്കും വന്നിരിക്കുന്നത്, സംശയം എന്താ, എന്നിട്ട് ഇതൊക്കെ കണ്ടിട്ടും ഇവിടെ ഒരാൾക്ക് ഒരു കുഴപ്പമില്ല, എൻ്റെ അച്ഛന്. അപ്പോൾ ശാരിയും പറയാണ്, എൻ്റെ മോളെ, അങ്ങേരുടെ അവസ്ഥ ഇപ്പം വളരെ ദയനീയമാണ്, അങ്ങേർക്കിപ്പോൾ സ്വന്തം പെങ്ങളെ തിരിച്ചറിയോന്ന് പോലും അറിയത്തില്ല. പക്ഷെ ചില നേരത്ത് അച്ഛൻ നോർമലാണെന്ന് തോന്നും, ചില നേരത്ത് അബ്നോർമലും. അപ്പോൾ ശാരി പറയാം, അതാണ് ഈ രോഗത്തിൻ്റെ കുഴപ്പം, തുടക്കമായതുകൊണ്ടാ, ഇനി കുറച്ച് കഴിയുമ്പോൾ ഏത് നേരത്തും അബ്നോർമലായിരിക്കും, പിന്നീടാണ് ഈ വീട് വിട്ടൊക്കെ പോകുന്നത്. അപ്പോൾ ദേഷ്യത്തോടു കൂടി സരയും പറയുന്നുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിലേ അച്ഛനങ്ങ് പോകുന്നത് തന്നെയായിരുന്നു നല്ലത്, ഈ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് കണ്ട് രസിക്കാൻ അതൊരു കാരണമാവും. അപ്പോൾ ശാരി സങ്കടത്തോടു കൂടി പറയാണ്, നമ്മുടെ നല്ല കാലമൊക്കെ പോയി മോളെ, അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് എങ്ങോട്ടേക്കെങ്കിലും പോകുന്നതാണ് നല്ലത്. അല്ല, വിസ ശരിയാക്കാൻ പറഞ്ഞിട്ട് മനിമോൻ കേൾക്കുന്നില്ലല്ലോ, ആദ്യമൊക്കെ അമേരിക്കയിലേക്ക് പോകണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നതാ, ഇപ്പം എന്താ മോളെ ഇങ്ങനെ തണുത്തു പോയത്? അപ്പോൾ സരയും പറയുന്നുണ്ട്, അതാ ഞാനും ആലോചിക്കുന്നത്, അന്നൊക്കെ തണുപ്പാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇന്നിപ്പോൾ ചൂടാണെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിയായിരിക്കും മോളെ, ഇത്തവണത്തെ ചൂടിത്തിരി കൂടുതലാണ്. അപ്പോൾ സരയു പറയും, അമേരിക്കയിൽ ചൂടൊന്നും ഇല്ലമ്മേ. അതെന്താ, അവിടെ സൂര്യൻ ഉദിക്കില്ലേ? എനിക്കതേപ്പറ്റിയൊന്നും കൂടുതൽ അറിയില്ല, അവിടെ ചെന്നാലേ അറിയാൻ പറ്റൂ. സരയു ദേഷ്യത്തോടെ പറയാണ്. അയലത്തുനിന്ന് വിഷുസദ്യയൊക്കെ കാണും, അത് കഴിക്കാനായിരിക്കും അവനും അവളും വന്നിരിക്കുന്നത്. ഇത്തരം കാഴ്ചകൾ കാണുന്നതിനേക്കാൾ നല്ലത് നമ്മളെ അങ്ങ് വെട്ടി മൂടുന്നതല്ലേ. അതേസമയം കിരണിൻ്റെയും കല്യാണിൻ്റെയും വീട്ടിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് രൂപയും സേനനും കൂടെ. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻറ്റിലാണുള്ളത്. അപ്പം കിരണ് പറയുന്നുണ്ട്, ഇത് വിഷുവിൻ്റെ മാത്രം സന്തോഷമല്ല, എൻ്റെ അച്ഛനും അമ്മയും ഒന്നിച്ചതിന് ശേഷം, അതായത് ഞങ്ങൾക്ക് ഓർമ്മ വന്നതിന് ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ വിഷുവാണിത്, അത് കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. എന്നിട്ട് അച്ഛനോടും അമ്മയോടും കൂടെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. അവർ സന്തോഷത്തോടു കൂടി കേക്ക് കട്ട് ചെയ്യുമ്പോഴേക്കും അടുത്ത വീട്ടിൽ നിന്ന് ശാരിയും സരയും കൂടെ ആ കാഴ്ച കണ്ടിട്ട് നോക്കി നിൽക്കുകയാണ് ദേഷ്യത്തോടു കൂടി. മുകളിലെ ജനാലയിൽ വെച്ചിട്ട് രാഹുലും കേക്ക് കട്ട് ചെയ്തതിന് ശേഷം രൂപയും സേനനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വായിലൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം കിരണിനും കല്യാണിക്കും സോണിക്കും ഒക്കെ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ ശാരി ദേഷ്യത്തോടു കൂടി സരയുവിനോട് പറയാണ്, എനിക്കിതൊക്കെ കണ്ടിട്ട് എൻ്റെ ശരീരം കത്തിച്ച് കളയാൻ തോന്നുക. സരയും പറയും, എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി വാതിലും അടച്ചിട്ട് അകത്തേക്ക് പോവുകയാണ്. അപ്പം കേക്ക് കട്ട് ചെയ്തിട്ട് കല്യാണിയുടെയും കല്ലുമോൻ്റെയൊക്കെ വായിൽ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ജോലിക്കാരിയായിട്ടുള്ള ചേച്ചി പറയുന്നുണ്ട്, ഇങ്ങനൊരു ദിവസം ഞങ്ങൾ പ്രതീക്ഷിച്ചതേ അല്ല. അപ്പോൾ ശാരിയും സരയും നേരെ പോയത് മുകളിലും ജനലിലൂടെ നോക്കുന്നുണ്ടായിരുന്ന രാഹുലിൻ്റെ അടുത്തേക്കാണ്. എന്നിട്ട് രാഹുലിനോട് പറയുന്നുണ്ട്, എല്ലാം കണ്ടായിരുന്നോ? കാണ്. അവിടെയുള്ള ഹാപ്പി മൊമെൻ്റ് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രാഹുൽ. അപ്പോൾ ശാരി ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ എങ്ങനെ സഹിക്കുന്നു മനുഷ്യ? ഇപ്പം തലക്ക് വെളിവില്ലാത്തത് കൊണ്ട് ഇതൊക്കെ സഹിക്കാൻ പറ്റുമായിരിക്കും, എന്നാ ഞങ്ങൾക്കിതൊന്നും കാണാനുള്ള ശക്തിയില്ല. അപ്പോൾ രാഹുൽ തിരിഞ്ഞു നിന്നിട്ട് പറയും, ശക്തിയില്ലെങ്കിൽ നീയൊക്കെ ഇവിടുന്ന് പോവാൻ നോക്ക്. എങ്ങോട്ട് പോവും? ശാരി ചോദിക്കുകയാണ്. പെങ്ങളുടെ തറവാട്ടിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? അവിടെ പെങ്ങളുടെ കെട്ടിയോൻ കുടിയേറി പാർത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെ താമസിച്ചാൽ ഇങ്ങനെ പലതും കാണേണ്ടി വരും. അപ്പോഴേക്കും രാഹുലിന് ദേഷ്യം വരികയാണ്. എന്നാൽ പിന്നെ നീ നിൻ്റെ മോളെ വിളിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പോയി, അത് നിങ്ങൾ പറയണ്ട, ഞങ്ങൾ പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അപ്പോൾ രാഹുൽ പരിഹസത്തോടെ പുച്ഛത്തോടെ പറയും, പിന്നെ അവന് വാഷിങ്ടണിൽ ഏക്കർ കണക്കിന് സ്വത്തുണ്ട്, അവിടെ മാത്രമല്ല കൊറിയയിലും ജപ്പാനിലും ഒക്കെ ഉണ്ട്. ഉണ്ട്, ലോകമേ തറവാടെന്നും പറഞ്ഞ് നടക്കുക അവൻ. വീണ്ടും അടുത്ത വീട്ടിൽ നോക്കുന്ന സമയത്ത് അവരെല്ലാവരും കൂടെ ചേർന്ന് നിന്ന് സെൽഫിയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ശാരി ദേഷ്യത്തോട് പറയും, ജനലടച്ച് അകത്തെങ്ങാനും പോയിരിക്കും മനുഷ്യ, ജനലും വാതിലും എല്ലാം അടച്ചിട്ടിരിക്കാൻ പഠിക്ക്, കുറച്ച് കഴിയുമ്പം തളച്ചിട്ടിടേണ്ടതല്ലേ. ശാരി ഇങ്ങനെ പിറുപിറുക്കുകയാണ്. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, എന്താ?
അയ്യോ ഒന്നും പറഞ്ഞില്ല. അപ്പം രാഹുൽ പറയുന്നുണ്ട്, ഞാൻ കേട്ടടി, തളച്ചിടാൻ ഞാനെന്താ ആനയാ? അപ്പം ഷാരി ദേഷ്യത്തോടു കൂടി പറയും, അതെ ആന തന്നെയാ. അതാ ഞാൻ പറഞ്ഞത് ചൂട് കൊണ്ട് മത ഇളകുമെന്ന്. എൻ്റെ അമ്മോ, സ്വത്തും പോയി പണവും പോയി. ഈ മനുഷ്യന്മാരെ തൂക്കി വിൽക്കും പോലെ വിൽക്കാൻ പറ്റിയെങ്കിൽ നിങ്ങളെ ഞാൻ തൂക്കി വിറ്റേനെ. എന്ന് വെച്ചാ 1-2 കിലോ അല്ലല്ലോ തൂക്കം, ഒരു വെട്ടുപോത്തിൻ്റെ ഉണ്ടല്ലോ. സാധാരണ മനുഷ്യരെ ദഹിപ്പിക്കാൻ 6 അടി മണ്ണ് മതി, ഇത് 6 പോരല്ലോ, 7-8 അടി വേണ്ടേ? അതും ഇല്ലല്ലോ. ഇതൊക്കെ കുറ്റം പറഞ്ഞിട്ട് ഷാരി ദേഷ്യത്തോടു കൂടി അകത്തേക്ക് പോകും. അപ്പോൾ രാഹുൽ വീണ്ടും അടുത്ത വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പം രാഹുൽ മനസ്സിൽ വിചാരിക്കുകയാണ്, എൻ്റെ പെങ്ങളാ അവൾ അവനെ സ്നേഹിച്ച് സ്നേഹിച്ച് അവസാനം 6 അടി മണ്ണിലേക്ക് കൊണ്ടുപോകും. അത് കഴിഞ്ഞാണ് ഞാൻ എൻ്റെ കളി തുടങ്ങാൻ പോകുന്നത്. കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ട സമയത്ത് ഷാരി വന്ന് വാതിൽ തുറക്കുകയാണ്. അപ്പം മുന്നിൽ നിൽക്കുന്നത് രൂപയാണ്. അപ്പോൾ ആദ്യം ഒന്ന് പകച്ചു പോവുകയാണ് ഷാരി. തൊട്ട് പിന്നാലെ തന്നെ ശബ്ദം കേട്ടിട്ട് സരയും വരുന്നുണ്ട്. അപ്പോൾ ഷാരി തിരിഞ്ഞ് സരയുവിനോട് പറയും, ദേ മോളെ, ആരാ വന്നിരിക്കുന്നതെന്ന് നോക്ക്. അപ്പോൾ രൂപ അതൊന്നും വകവെക്കാതെ അകത്തേക്ക് കയറി വരികയാണ്. അപ്പോൾ ഷാരി പിന്നാലെ പോയിട്ട് ചോദിക്കും, അപ്പുറത്ത് വന്ന് കേക്ക് മുറിച്ചിട്ട് ഇങ്ങോട്ട് എന്തിനാ എഴുന്നള്ളിയത്? അപ്പോൾ രൂപ പറയും, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എല്ലാ വർഷവും സരയുവിന് വിഷുക്കൈ നീട്ടം തരുന്നതാ, ഇത്തവണ അത് മുടക്കുന്നില്ല. എന്നിട്ട് കയ്യിൽ നിന്നും പേഴ്സ് തുറന്നിട്ട് കുറച്ച് പണം എടുത്തിട്ട് സരയുവിൻ്റെ നേരെ നീട്ടുകയാണ്. ഇന്നാ ഇത് പിടിക്ക്, ഇനി മനുവിനും കൊടുക്കണം. സരയു അത് വാങ്ങിക്കുന്നുണ്ട്. എന്നിട്ടത് വലിച്ചെറിയുകയാണ്. എന്നിട്ട് ദേഷ്യത്തോടു കൂടി പറയും, ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ കൈകൊണ്ട് തരുന്ന ഒന്നും ഞാൻ വാങ്ങിക്കില്ല. അപ്പോൾ രൂപ ഇങ്ങനെ അമ്പരെന്ന പോലെ നിന്നിട്ട് രാഹുലിൻ്റെ നേരെ നോക്കുകയാണ്. രാഹുലും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. രാഹുലും പകച്ചുപോയി സരയു ആ ചെയ്ത പ്രവൃത്തി കണ്ടപ്പോൾ. ഇപ്പം നിങ്ങളുടെ ഭർത്താവിനേക്കാളും നിങ്ങളെ മക്കളെക്കാളും നിങ്ങളെ മരുമോളെക്കാളും ഞാൻ വെറുക്കുന്നത് നിങ്ങളെയാ. അപ്പോൾ രൂപ ഇങ്ങനെ അന്തം വിട്ട പോലെ നിൽക്കുകയാണ്. പക്ഷെ അതേസമയം തന്നെ മനസ്സിൽ സന്തോഷമാവുന്നുണ്ട്. അതുപോലെയാണ് നിങ്ങൾ ഞങ്ങളുടെയൊക്കെ കഴുത്തറുത്തത്. സരയു നെഞ്ചു പൊട്ടുന്ന സങ്കടത്തോടെയും ദേഷ്യത്തോടെയൊക്കെ കൂടിയാണ് പറയുന്നത്. അപ്പോൾ ഷാരിയും പറയുന്നുണ്ട്, അപ്പുറത്തെ വിഷു ആഘോഷവും കേക്ക് മുറിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നിനക്ക് നാണയില്ലേടി? അപ്പോൾ രൂപ പറയുന്നുണ്ട്, ഇതെൻ്റെ ആങ്ങളെയും മോളും താമസിക്കുന്ന വീടാണ്, ഇങ്ങോട്ടേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സരയു വീണ്ടും പറയാണ്, ഞങ്ങൾക്ക് നിങ്ങളെ കാണണ്ടാന്ന് പറഞ്ഞില്ലേ? അപ്പം രൂപ നേരെ രാഹുലിൻ്റെ നേരെ തിരിയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടനെന്താ ഒന്നും മിണ്ടാത്തത്? അപ്പം രാഹുൽ പറയും, മിണ്ടിയിട്ടും കാര്യമൊന്നുമില്ലല്ലോ, നിൻ്റെ ഭർത്താവും മക്കളുമാണ്, അവരുമായിട്ട് നീ ഒരുമിച്ച് കാണരുതെന്നും ഒരുമിച്ച് താമസിക്കരുതെന്നും പറയാനുള്ള അവകാശം അർഹതയൊന്നും ഞങ്ങൾക്കാർക്കും ഇല്ല. അപ്പോൾ ഷാരി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, എന്നാലും എന്തൊക്കെ ദ്രോഹങ്ങളാണ് ആ ചന്ദ്രസേന എന്ന് പറയുന്നവൻ ഇവളോട് ചെയ്തത്? അതൊക്കെ മറന്നിട്ട്, നമ്മുടെയൊക്കെ മുഖം മറന്നിട്ട് ഇവൾ അവനക്ക് അരികിലേക്ക് പോയില്ലേ? അപ്പോൾ രൂപ ഇങ്ങനെ ഉള്ളിൽ പരിഹാസത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ രൂപ പറയുന്നുണ്ട്, എൻ്റെ മക്കളും മരുമോളും നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ സരയു ചോദിക്കുന്നുണ്ട്, ഇത്രയും കാലം അവർ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇത്രയും കാലം എന്നിട്ട് പോവാതിരുന്ന നിങ്ങൾ ഇപ്പോഴെന്തുകൊണ്ടാണ് പോയത്? ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, നാളുകളായിട്ട് നിങ്ങളെല്ലാം തമ്മിൽ കാണുന്നുണ്ടായിരുന്നു, എന്നിട്ട് ഞങ്ങളുടെയൊക്കെ കണ്ണ് മൂടിക്കെട്ടിയതാ. അപ്പോൾ രൂപ ഇങ്ങനെ രാഹുലിനെ നോക്കുകയാണ്. അപ്പോൾ രൂപ ഇങ്ങനെ അവളുടെ വർത്തമാനം കേട്ട സമയത്ത് പരിഹാസത്തോടു കൂടി അവളെ നോക്കും, ഇതൊക്കെ സത്യം തന്നെയാണടി എന്നൊരു അർത്ഥത്തിൽ. അപ്പോൾ സരയു വീണ്ടും പറയുന്നുണ്ട്, ദേ നിൽക്കുന്നു ഒരാൾ തലയ്ക്ക് വെളിവില്ലാതെ. പലതവണ കല്യാണി എന്ന് പറയുന്നവളെ കൊല്ലാൻ ആളെ വിട്ടു, ചന്ദ്രസേന എന്ന് പറയുന്നവനെ കൊല്ലാൻ ആളെ വിട്ടു. അച്ഛൻ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ തന്നെ അത് അവരറിയുമായിരുന്നു. എപ്പോൾ എങ്ങനെയാണ് അവരറിയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഷാരിയും പറയാണ്, അതെ നീ തന്നെയാണ് ഇവിടെ നിന്നിട്ട് രഹസ്യങ്ങളെല്ലാം ചോർത്തി കൊടുത്തത്. അപ്പോൾ രൂപ ഇങ്ങനെ സങ്കടത്തോടെയും ദേഷ്യത്തോടും കൂടി പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എല്ലാ തെറ്റും എൻ്റെ തലയിൽ കെട്ടിവെക്കാലോ. എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും എൻ്റെ അടുക്കലേക്ക് വന്നിട്ട് 4-5 ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അപ്പോൾ സരയു ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, ഇനി നിങ്ങളൊന്നും സംസാരിക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവും മക്കളുമായിട്ട് ഒന്നിച്ചു എന്ന് അറിഞ്ഞിട്ടാണ് എൻ്റെ അച്ഛന് വട്ടായത്. അപ്പോൾ രാഹുൽ വീണ്ടും പറയാണ്, മോളെ എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ ഷാരിയും പറയാണ്, അതെ ആർക്കും ഒരു കുഴപ്പമില്ല, പെങ്ങളും ആങ്ങളെയൊക്കെ പെർഫെക്റ്റാ, ഞങ്ങളെ ഇപ്പോൾ കുഴപ്പം. ശേഷം സരയുവിനോട് പറയാണ്, മോളെ വെറുതെ ഇവിടെ നിന്ന് സംസാരിച്ച് മുഷിയാൻ നിൽക്കണ്ട, ഇനി എത്രയും പെട്ടെന്ന് മനുമോനെ കൂടെ ഞങ്ങൾ അമേരിക്കയ്ക്ക് പോവുകയാണ്, ആ സമയത്ത് നിങ്ങളെ ഞങ്ങൾ കൂട്ടില്ല. പിന്നെ നിങ്ങളിനി ആങ്ങളെയായി പെങ്ങളായി, ഇനി നിങ്ങൾക്ക് ഇവളോട് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിച്ച് കൂടെ കൂടിക്കോ, ഇവളുടെ ഒരു ബന്ധുക്കളെയും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളെപ്പോലും എന്നും പറഞ്ഞിട്ട് ഷാരി കയറി പോവാണ്. അതിനുശേഷം സരയു വന്നിട്ട് രൂപയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, ഇനി വിഷു എന്നോ ഓണം എന്നോ ഒന്നുമില്ല, ഓരോ ആഘോഷങ്ങൾക്കും ഇങ്ങോട്ട് കയറി വരരുത്, അത്രയ്ക്ക് വെറുപ്പാണ് എനിക്ക് നിങ്ങളെ കാണുന്നതേ അറപ്പാ. എന്നിട്ട് ദേഷ്യത്തോടു കൂടി സരയു അകത്തേക്ക് പോവാണ്. പക്ഷെ ആ സമയത്തൊക്കെ രൂപയുടെ മുഖത്ത് പരിഹാസമായിരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും പോയതിന് ശേഷം രൂപ രാഹുലിനോട് പറയുന്നുണ്ട്, സരയുവിനോടും ഏട്ടത്തിയോടും സത്യം പറഞ്ഞൂടെ ഏട്ടാ, പാടില്ല, പെണ്ണുങ്ങൾക്ക് രഹസ്യം സൂക്ഷിക്കുന്നതിൽ ഒരു മിടുക്കുമില്ല, പ്രത്യേകിച്ച് നിൻ്റെ ഏട്ടത്തിക്ക്. നമ്മൾ അറിഞ്ഞത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി, പിന്നെ നീ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടല്ലോ. അപ്പം രൂപ പറയുന്നുണ്ട്, ഒരുപാട് ഇപ്പോഴെൻ്റെ കൊച്ചുമക്കളെ എനിക്ക് കാണാൻ പറ്റി. ദേ ആ സ്നേഹത്തിനിടയെ നീ ചെയ്യേണ്ട കർമ്മം മറക്കരുത്. ഒരിക്കലും ഇല്ല ഏട്ടാ, സേനം പോയിക്കഴിഞ്ഞാൽ ഒരിക്കലും എൻ്റെ മക്കൾ എന്നെ സംശയിക്കാൻ പാടില്ല, ആ രീതിയിൽ അയാളെ ട്രാപ്പിലാക്കാൻ കഴിയുന്നത് വരെ ഞാൻ കാത്തിരിക്കും. അത് മതി, ഇനി നിൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിക്കുന്ന കാര്യങ്ങൾ നീ എന്നെ വിളിച്ച് പറയണം, നിനക്ക് വേണ്ട ഉപദേശങ്ങൾ ഞാനും തന്നോളാം,
ദേ നമ്മളെ ചതിച്ചവനെ, നിന്റെ മരുമകളെ കൊത്തിക്കൊണ്ടു പോയവനെ കടിച്ച് കീറണം നമുക്ക്. അപ്പോൾ ഇതൊക്കെ മനസ്സിലിട്ടിട്ട് ഇങ്ങനെ കൂട്ടിക്കുഴക്കുകയാണ് രൂപ. എന്നിട്ട് പിന്നെ അഭിനയിക്കുകയാണ്. ശരി ഏട്ടാ, എന്നാലും സരയും മോളും ഏട്ടത്തി എന്നെ വെറുക്കുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. അതൊന്നും സാരമില്ല, എനിക്ക് വട്ടാണെന്നല്ലേ അവർ പറയുന്നത്, എന്നിട്ട് ഞാൻ സഹിക്കുന്നില്ലേ? അതൊക്കെ ഇതിനിടെ നടക്കും. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അത് ഞാൻ ഏറ്റു. അപ്പം രൂപ പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും രാഹുൽ വീണ്ടും പിന്നിന്ന് വിളിക്കുകയാണ്. നീ ഒന്ന് നിന്നേ, മൂത്തവരാണ് ഇളയവർക്ക് കൈനീട്ടം തരേണ്ടത്. എല്ലാ വർഷവും ഞാനത് തരാറുള്ളതാ. ഇത്തവണ നീ അത് ആവശ്യപ്പെട്ടില്ലല്ലോ. അപ്പം രൂപ പെട്ടെന്ന് പറയും, അയ്യോ ഞാനത് മറന്നുപോയി. സത്യം പറഞ്ഞാൽ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങാനാണ് ഞാൻ വന്നത്. അവിടെ എല്ലാവർക്കും നീ വിഷു കൈനീട്ടം കൊടുത്തു കാണുമല്ലോ, അതുപോലെ ആ വൃത്തികെട്ടവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചും കാണുമല്ലോ, രാഹുൽ ചോദിക്കുകയാണ്. അപ്പോൾ രൂപ ആവേശത്തോടു കൂടി പറയും, ആ വാങ്ങിച്ചു, എന്നിട്ടത് വലിച്ചെറിയുകയും ചെയ്തു. സാരമില്ല എന്നും പറഞ്ഞിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു കോയിൻ എടുത്തിട്ട് എൻ്റെ അനിയത്തിക്ക് എൻ്റെ വിഷു കൈനീട്ടം എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിങ്ങനെ കൈക്കുള്ളിൽ ചുരുട്ടി വെച്ചിട്ട് രൂപ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇത്രയും നാളും നിന്നെപ്പോലെ ഒരു അസുരൻ്റെ കയ്യിൽ നിന്നാണ് ഞാൻ വിഷു കൈനീട്ടം വാങ്ങിയത്. ഇത്തവണ ഞാൻ എൻ്റെ മക്കൾക്ക് വിഷു കൈനീട്ടം കൊടുക്കുകയും ചെയ്തു, എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്തു. ആ വിഷു കൈനീട്ടം ഞാനൊരു നിധി പോലെ സൂക്ഷിക്കുവാടാ. അപ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, ഇത്തവണത്തെ വിഷു ഇങ്ങനെ ആയല്ലോ എന്ന് ആലോചിക്കുമായിരുന്നു. എന്നിട്ട് രാഹുലിനോട് യാത്രയും ചോദിച്ച് ഇറങ്ങുകയാണ്. അപ്പം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, പോകുന്ന വഴിക്ക് ഇത് എവിടേക്കെങ്കിലും വലിച്ചെറിയണം. അവൻ തന്ന വിഷുക്കൈ നീട്ടം ഭഗവാന്റെ വഞ്ചിയിലിടാൻ പോലും പറ്റില്ല. രൂപയുടെ ആ പോക്കും നോക്കിയിട്ട് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് രാഹുൽ. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. എന്തായാലും രാഹുലിന് വെച്ച പണിയും രൂപ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന കളികളും ഒക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കണ്ടു നോക്കാം. ഇന്നത്തെ കഥ ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. പുതിയ എപ്പിസോഡിൻ്റെ കഥയും വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.